ദുബായിലെത്തിയതിനു ശേഷം എനിക്ക് പുതിയതായിട്ടൊരു അസുഖം തുടങ്ങിയിട്ടുണ്ടേ. പാതിരാത്രിയാവുമ്പോ എവിടുന്നാന്നറിയില്ല വിശപ്പ് ഓടി വരും. ഇന്നൊരു 7 മണിയായപ്പോ തന്നെ നമ്മള് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. മനു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണേ വന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു 10 മണി തൊട്ട് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നായിരുന്നേ. ഞങ്ങള് വെളിയിലോട്ട് ഇറങ്ങിയ ഇതുപോലെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടേയിരിക്കും. ഇവിടെ നല്ല ചൂടായത് കാരണം നമ്മള് നൈറ്റ് ടൈമിലാണ് ട്ടോ കുഞ്ഞുമായിട്ട് മിക്കപ്പോഴും വെളിയിലോട്ട് പോകാറുള്ളത്. സാധാരണ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചാരു ഞാൻ എടുക്കാൻ വേണ്ടിയാണ് വാശി പിടിക്കാറുള്ളത്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അവള് പപ്പായുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് മനുവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പം ഇന്നലെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം ആള് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, "എന്നാ വാ നമുക്ക് പുറത്ത് പോയി ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് വരാമെന്ന്." കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ എന്നെ കയറ്റുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, "ഇവിടെ കാണും നീ പറഞ്ഞ സാധനം" എന്ന് പറഞ്ഞേ. പിന്നീടാണ് കഴിച്ച് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. അവിടെ ഫ്രൈഡ് റൈസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, "എന്നാ പിന്നെ നമുക്ക് വേറെ കടയിൽ കയറാമെന്ന്." അപ്പം മനു പറഞ്ഞു, "ഈ രാത്രി ഇനി വേറെ കടയിലൊന്നും കയറാൻ പറ്റില്ല. കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ" പറഞ്ഞു. ആഗ്രഹിച്ചു പോയ സാധനം കിട്ടാത്തതിന്റെ വൈക്ലഭ്യമാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഇതെല്ലാം എന്റെ ഐഡിയ ആയിരുന്നല്ലോ, അത് കാരണം ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഇറച്ചിച്ചോറ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേ. മനു കൊത്തുപൊറോട്ടയാണേ പറഞ്ഞത്. അത് ഫുൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പാഴ്സൽ ചെയ്യാണ് ചെയ്തത്. ബാക്കി ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയും നമ്മുടെ റൂമിലെത്തി ഒന്ന് കിടന്നാൽ മതി എന്നായേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.